എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെയല്ലേ? അറിയാവുന്നതാണ്. അവൾക്ക് 5 lakhs സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് യൂട്യൂബില്. 5 lakhs അതാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പറഞ്ഞേ ശരണ്യ എല്ലാവർക്കും അറിയണല്ലേ? അറിയാം. ഓക്കെ. ഒരു സമയം വരെ ഇപ്പൊ അവളുടെ ഇപ്പൊ എന്നെ ഏതെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും റീൽസിലൊക്കെ എടുത്ത് മറ്റേ ശരണ്യയുടെ ബോയ് ഫ്രണ്ട് അല്ല അങ്ങനെ അറിഞ്ഞിട്ടിരുന്നത്. ഇപ്പൊ അവളുടെ വീഡിയോസിൽ വന്നിട്ട് മറ്റേ അർജുൻ ചേട്ടനല്ലേ നമ്മുടെ റീൽസിന്റെ താഴെയും ഇടുന്നുണ്ട്. അയ്യോ ഇത് ശരണ്യ ചേച്ചി കാണണ്ട. പക്ഷെ ചാരു എന്നാണ് ഇവള് വിളിക്കുന്നത്, ഞാനും. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്, ഔട്ടിങ്ങിന് വന്നിട്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ചാരു, എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ശരണ്യനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്ന ഒന്ന് വിളിക്കുക, നമ്മളൊന്ന് ലൈവില് ചോദിക്കട്ടെ. ശരണ്യയുടെ പെർമിഷൻ കിട്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സീരിയലൊക്കെ അഭിനയിച്ചത്, അതോ ശരണ്യനെ കൺവിൻസ് ചെയ്തോ? ചോദിക്കട്ടെ, ചോദിക്കാം. സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാം. അവൻ അങ്ങനെയാ പറഞ്ഞത്, നമുക്കറിയാം. ഹലോ, സ്പീക്കറിലാണ്. അല്ല, ഇന്റർവ്യൂല് നിക്കാണ് ഇപ്പൊ. അപ്പൊ അതെ നമ്മൾ ഒരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ടെന്ന്, ഒന്ന് ആൻസർ കൊടുത്താല്. ഹായ് ശരണ്യ. ഈ ശരണ്യാണ് ഇദ്ദേഹം സ്വന്തമാക്കുന്ന ശരണ്യാന്ന് ഇപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത്. എത്ര വർഷമായി? അപ്പൊ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാം അറിയാം അല്ലേ? ചോദ്യം വേറൊന്നല്ലേ, ഇപ്പൊ ഇവര് തമ്മിൽ പിങ്കിയും അർജുനും തമ്മിലുള്ള ഇഷ്ടമാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവരുടെ ഫസ്റ്റ് അതെ. അല്ല, അപ്പൊ ഇത്തരത്തില് ഞാൻ അർജുന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ശരണ്യന്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ സീനൊക്കെ അഭിനയിക്കാൻ പോകുമ്പോ എങ്ങനെ പെർമിഷൻ എടുക്കുവോന്ന്. അപ്പൊ പറഞ്ഞു ഫുൾ ഗ്രീൻ സിഗ്നൽ കിട്ടിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിക്കേ വേണ്ടെന്നാണ് പറയണത് അല്ലേ? അപ്പൊ അർജുൻ ഇനി ചോദിക്കേ വേണ്ട, അർജുൻ ഇവിടെ നിന്നിട്ട് ഇതാവുമായിരുന്നു. അവൾ അന്ന് സമ്മതിച്ചു, ഇതിപ്പോ എങ്ങനെയാണ് എന്ന് ശരിയായില്ല, എനിക്ക് റൊമാൻസ് തന്നില്ല, മോട്ടിവേറ്റ് ചെയ്യപ്പോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പിങ്കിയും അത് തന്നെ പറയായിരുന്നു, എന്നിൽ ശരണ്യനെ കാണൂ, അപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ. എങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കായിരുന്നേ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഓക്കെ ശരണ്യ, വീട്ടിലാണോ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ ശരി, ക്യാരി ഓൺ, കാണാം കേട്ടോ. ഓക്കെ ശരി ശരി. ഓക്കെ. സമാധാനായില്ലേ? അപ്പൊ ഇനി ശരണ്യ ഇത് ഒരു ക്വസ്റ്റ്യനും കൊണ്ട് ഇവിടെ നോക്ക്, അല്ല എന്നാലും ശരണ്യ ഇതുപോലെ വന്ന് പബ്ലിക്കലി പറഞ്ഞിരിക്കുകയാണ്, കുഴപ്പമൊന്നും ഇല്ല, അതൊക്കെ ഇതല്ലേ. ഞങ്ങൾ ഓൾറെഡി മറ്റേ ഇവളെന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പൊ അതിലൊരു വീഡിയോയിൽ പറയുന്നുണ്ടായി ഇങ്ങനെ ഞങ്ങളുടെ റിലേഷന്റെ കാര്യങ്ങൾ. അപ്പൊ അത്യാവശ്യം അത് ഒത്തിരി വൈറലായതാ. അപ്പൊ അതിലെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ. ഞാൻ ഇവളുടെ പേഴ്സണൽ ഇപ്പൊ പറഞ്ഞ പോലെ വർക്ക് സ്പേസിൽ ഞാൻ ഇടപെടാറുണ്ട്. അപ്പൊ ആ ഒരു സ്പേസ് എനിക്കും വേണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അത് വളരെ ക്ലിയർ ആയിട്ട് പോകണം. ഓക്കെ ശരി. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന ഹിറ്റ് സീരിയലാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏഷ്യാനെറ്റിലെ സീരിയലുകളെ കുറിച്ച് നമുക്കറിയാം. ഹിറ്റ് സീരിയലുകൾ സമ്മാനിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിന്റെ പഴയകാല ചരിത്രം നോക്കിയാൽ തന്നെ ഒട്ടുമിക്ക സീരിയലുകളും ഇതിനും തുല്യം നിൽക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മറ്റൊരു വെല്ലുവിളി ഇല്ലാത്ത രീതിയിൽ തന്നെ ഹിറ്റായി വന്നതാണ്. ഒരു സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരു കഥയും കഥാപാത്രങ്ങളുമായി മറ്റൊരു സീരിയൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാകും. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിന്റെ ആദ്യ പ്രൊമോ തൊട്ട് പ്രേക്ഷകർക്ക് ഇന്നും ഓർമ്മയുണ്ടാകും. ആദ്യമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങിയ ഒരു സീരിയലായിരുന്നു. എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് സീരിയൽ വലിയ രീതിയിൽ ഡൗൺ ആയി പോയിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അർജുൻ എന്ന കഥാപാത്രം തിരികെ എത്തിയതോടെയാണ് സീരിയൽ പിന്നെയും തിരിച്ച് ലെവലിലേക്ക് മാറി വന്നത്. ഇതിനിടയ്ക്ക് സീരിയലിലെ പ്രധാന കഥാപാത്രമായ നന്ദയുടെ വിവാഹം ഉറപ്പിക്കുകയും പിന്നീട് അർജുൻ എന്ന കഥാപാത്രം വിവാഹിതനാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ വിവാഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ഏറ്റെടുക്കുകയും ചെയ്തതാണ്. അർജുൻ എന്ന കഥാപാത്രം തന്നെയാണ് സീരിയലിനെ ഒരു പകുതിക്ക് ശേഷം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറയാം. അർജുൻ ഇപ്പോൾ വിവാഹിതനാണ്. യൂട്യൂബറും ഫാഷൻ ഡിസൈനറും ഫാഷൻ ഐക്കണും മോഡലും ഒക്കെയായ ശരണ്യ നന്ദകുമാർ ആണ് അർജുന്റെ ഭാര്യ. ഇരുവരും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ
ഒരു ഇന്റർവ്യൂവിൽ ഇവർ ഫോണിൽ സംസാരിച്ചതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഇന്റർവ്യൂവിനിടെ അർജുന്റെ അഭിനയത്തെ പറ്റിയും റൊമാൻസിനെ പറ്റിയും ഒക്കെ ചോദിക്കുമ്പോൾ ശരണ്യെ വിളിച്ച് ശരണ്യക്ക് ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവതാരക ചോദിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ജോലിയിൽ തങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല, അതിനുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവർ വിവാഹിതരായിട്ട്. എന്നാൽ ഏകദേശം 8-9 വർഷത്തെ പ്രണയമാണ് അർജുനും ശരണ്യയും തമ്മിലുള്ളത്, അതായത് അനന്തവും ശരണ്യയും തമ്മിലുള്ളത്.